അകത്ത് പോയല്ലേ അച്ഛൻ ചായ ഉണ്ടാക്കിണ്ട് കുടിക്കാം. എനിക്ക് വേണ്ടേ, നീ പോയി കുടി. അച്ഛൻ എന്തിനാ ഇങ്ങനെ ടെൻഷൻ അടിക്കണേ? ഇതിപ്പോ ഇത്ര വലിയ സംഭവം ഒന്നല്ലല്ലോ, ഒരു കയ്യബദ്ധം പറ്റും, അത്രേ ഉള്ളൂ. ആർക്ക് ടെൻഷനായി? ഇതൊക്കെ സംഭവിക്കണ തന്നെ, ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നും. അതല്ലേ ഞാൻ പറഞ്ഞത്. അച്ഛാ അമ്മ ഇപ്പൊ വരൂലേ? ആണ് എന്റെ ടെൻഷൻ. അച്ഛൻ എന്തിനാ പേടിക്കണേ? നമുക്ക് അമ്മയോട് കാര്യം പറയാ. മകളെ വാ. മകളെ കളിച്ചോണ്ട് നിന്നപ്പം തർക്കമായി. അപ്പൊ ഇത് മക്കളെ കയ്യിൽ നിന്ന് പറ്റിയാണ് പറയാൻ. അച്ഛന്റെ പേര് വലിച്ചഴിക്കരുത്. അച്ഛനാണ് ഇതിന്റെ കാരണക്കാരൻ എന്ന് അറിഞ്ഞാൽ അമ്മ അച്ഛനെ ചീത്ത വിളിക്കും, അച്ഛൻ തിരിച്ച് ചീത്ത വിളിക്കും. ഒന്ന് പറയും രണ്ടു പറയും, ആകെ പ്രശ്നമാവും കേട്ടാ. ഇതിപ്പോ ഞാൻ ഏറ്റെടുക്കണം. എന്റെ അച്ഛ എന്നെ പ്രതിയാക്കല്ലേ, ശിവാനിയുടെ പേര് പറയാം നമുക്ക്. ചതിക്കല്ല അച്ഛാ, ഇപ്പൊ തന്നെ ഒരുപാട് എന്റെ പേരിലുള്ള കേസ് അമ്മ പെൻഡിങ് ആയിട്ട് ഇട്ടേക്കാ. ഇതും കൂടി ചേർത്ത് ഇന്ന് ഇവിടെ അടിയുടെ പൂരമായിരിക്കും. അച്ഛാ അമ്മ പറഞ്ഞു. മുടിയാ നീ ആരെ പേരും മറന്നടാ, ആരെ ഒറ്റ കൊടുക്കണ്ട. കളിച്ചോണ്ടിരുന്നപ്പം പറ്റിയെന്ന് പറ. ലച്ചു, ശിവ, കേശു. അമ്മ അമ്മ വന്നിട്ട് കൊറേ നേരമായാ? അച്ഛനെവിടെ? അച്ഛൻ ഇവിടെ ഉണ്ടായിരുന്നു. അച്ഛാ അച്ഛാ അച്ഛാ. എന്ത് മക്കളെ? നീല പോന്നു. കേശു ഇവിടെ? ഞാനിവിടെ ഉണ്ടമ്മേ. നീയാണോ കേശു? കേശു 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 എടാ കേശു പാടാ. നീ എവിടെയായിരുന്നു ഇത്ര നേരം? ഞാൻ അപ്പുണ്ടായിരുന്നു, കുളിച്ചോണ്ടിരിക്കുവായിരുന്നേ. ഇപ്പം തല ഓർത്തി, നന്നായിട്ട് തല ഓർത്തിരിക്കും, ജലദോഷം പിടിക്കും. എന്നാ പോട്ടെ. കേശു അവിടെ നിന്നില്ല, എവിടെ പോണ്? നീ നിന്നെ തോർത്ത് ഇങ്ങനെ വെച്ചേക്കണേ? തോർത്ത് മാറ്റിയേ? ഇതെന്താ പാലു ഇത്? അതമ്മ സ്കൂളിൽ പോയിട്ട് വന്ന് ക്രിക്കറ്റ് കളി, ഭയങ്കര കളി, സീരിയസ് കളി, എല്ലാം കൂടെ കളിച്ചു. എന്ത് പറ്റിയാ കേശു? അമ്മ ഇതന്നെ ആരും തള്ളിയിട്ടല്ല, ഞാൻ തന്നെത്താനെ വീണതാ. വീണപ്പോ തന്നെ ജംഗ്ഷനിലെ ഹോസ്പിറ്റലിൽ പോയി സ്റ്റിച്ച് ഇട്ടു. സ്റ്റിച്ചാ? രണ്ട് സ്റ്റിച്ച്, കുറച്ച് രക്തം പോയി, വേറെ ഒരു കുഴപ്പമില്ല. കേശോ നീ ക്രിക്കറ്റ് കളിക്കൂടാ? കളിക്കൂല. നിന്റെ കാലിട്ട് നീ വീണതാണോ? ഭയങ്കര ഓട്ടം ബോളിങ് പറയാ, അപ്പൊ കല്ലിൽ തട്ടി താഴെ വീണ. അപ്പൊ എന്നെ നോക്കാൻ ആരും ഇല്ലായിരുന്നു അടുത്ത്. കേശു, കുട്ടികളെ ആകുമ്പോ കളിക്കും, വീഴും, മുറിയും. പക്ഷെ അമ്മയുടെ മുഖത്തൊക്കെ കള്ളം പറയരുത്. പറയടാ, നീ എങ്ങനെ വീണതാ? ശിവ അമ്മ ഞാൻ തള്ളിയിട്ടതല്ല, അച്ഛനോടും കൂടി ക്രിക്കറ്റ് കളിച്ചപ്പോ അച്ഛൻ ഔട്ടായി. ആര് പറഞ്ഞു? അമ്മേ അച്ഛൻ ഔട്ടായി, കേശു അച്ഛൻ ഔട്ടായി എന്ന് പറഞ്ഞപ്പോ അച്ഛൻ സമ്മതിച്ചില്ല. അവസാനം അച്ഛനും കേശുവും കൂടെ വഴക്കായി, തർക്കായി. അച്ഛൻ കേശുവിനെ തള്ളിയിട്ട്, അപ്പൊ അവൻ താഴെ വീണപ്പോ അവന്റെ നെറ്റ് പൊട്ടി. അമ്മ അച്ഛനെ മനഃപൂർവ്വം തള്ളിയിട്ടതല്ല, തള്ളിയിട്ടപ്പോ തല പൊട്ടിപ്പോയി. ഇപ്പൊ ഉച്ചയ്ക്ക് ശേഷം നിന്റെ അനിയൻ വരും, ഇതെല്ലാം കൂടെ പറഞ്ഞു കൊടുത്ത് എന്നെ സ്വസ്ഥത കെടുത്തരുത്. വേനുണ്ടോടാ? ഇല്ല, കുറച്ചേ ഉള്ളൂ, കുറച്ച് മാർക്കുള്ളൂ. പോവാലോ അവിടുന്ന്. ചെറിയ മുറിവായതുകൊണ്ട് രക്ഷപ്പെട്ടു. മുറിവിന് ആഴോങ്ങാനും ഉണ്ടായിരുന്നെങ്കിൽ എന്തോന്ന് ചെയ്യുമായിരുന്നു. അതിന് ആഴമൊന്നും ഇല്ലല്ലേ, ഓരോന്ന് പറഞ്ഞ് ആഴം ഉണ്ടാക്കാതിരുന്നാ മതി. അവന്റെ തലയിലെ കുഴി വലുതാക്കിയിട്ടല്ലേ എനിക്ക് അതിൽ നിന്ന് വെള്ളം കോരി കുടിക്കാൻ. രണ്ടുപേരും ഒന്നും മിണ്ടാതിരുന്നേ, കൊച്ചിന് നല്ല വേദന ഉണ്ടാവും. ഇല്ല അമ്മ, വേദന കുറവുണ്ട്, ഇപ്പൊ ഇല്ല. ഇല്ല ഇപ്പൊ വേദന എന്റെ അച്ഛൻ തള്ളിയിട്ടുണ്ടായിരിക്കും വേദന ഇല്ലാത്തത്. ഫോണൊക്കെ കൊള്ളാം, എൻ്റെ സോഫയിൽ കയറി കിടന്നുകളയല്ലേ, ഇന്ന് രാത്രി ഒരുപാട് വർക്കുള്ളതാണ്. അതെ, ഇവിടെ ഇരുന്ന് ഇങ്ങനെ ക്വിൻ്റൽ കണക്കിന് തൂക്കി തട്ടാതെ കിടന്നുറങ്ങളിയാ. ആരുറങ്ങി? നീ പോയി കിടന്നുറങ്ങടാ. ലൈറ്റ് ഓഫ് കളിയാ, ഉറങ്ങട്ട്. നീ അവിടെയല്ലേ കിടക്കണേ, ഇവിടെ അല്ലല്ലേ. ഇവിടെ ഇങ്ങനെ ലൈറ്റ് ഇട്ടിരുന്നാ പിന്നെ എങ്ങനെ കിടന്നുറങ്ങും? പിന്നെ അവിടെ പോയി ലൈറ്റ് ഇടുക, അപ്പൊ കിടന്നുറങ്ങും. വാതിലടച്ച അതിൻ്റെ ഇടയിൽ കൂടെ ലൈറ്റ് അങ്ങ് അകത്ത് കയറണമെന്ന്. ഡേയ്, പ്രകാശം മുകളിൽ വരൂല, അത് താഴെ കൂടെ വരികയുള്ളൂ. നേർരേഖയിലെ പ്രകാശം സഞ്ചരിക്കുള്ളൂ, വളഞ്ഞ് സഞ്ചരിക്കൂല. പ്രസരിപ്പാണ് അത്, അതിൻ്റെ പ്രതിഫലനമാണ്.
ഒരു നടക്ക് പോവൂല. മനഃപൂർവ്വം എന്നെ ഡിസ്റ്റർബ് ചെയ്യാൻ പറയാണ്. വർക്ക് ചെയ്യാൻ സമ്മതിക്കൂല. എടി ഞാൻ ഒരു കുഞ്ഞിന്റെ ശബ്ദം കേട്ട്. കുഞ്ഞിന്റെ ശബ്ദോ? ആ എവിടെ? ഇന്നലെ നമ്മളെ റൂമിൽ ഇരുന്നപ്പം കേട്ട്. പിന്നെ ഞാൻ വർക്ക് ചെയ്യാനായിട്ട് എൻ്റെ റൂമിൽ ഇരുന്നില്ലേ, അപ്പോഴും ഞാൻ കേട്ട് അച്ചാന്ന് വിളിച്ച്. പിന്നെ അച്ചാന്ന് സ്വപ്നം കണ്ടായിരിക്കും. അല്ല, എന്നിട്ട് ചോദിക്കാണ് ഉറങ്ങിയില്ലേ അച്ഛാ? ഒന്ന് പോവാലോ. ചുമ്മാ ഉറക്കപ്പിച്ച് എന്തൊക്കെയോ കണ്ടിട്ട് അച്ചാന്ന് വിളിച്ചു. നീ ഞാൻ പറയണത് കേക്ക്. എന്താ പറയാ? ഇന്നലെ കാറ്റായിരുന്നല്ല, ഭയങ്കര കാറ്റ്. ഞാൻ ചെന്ന് കഥ അടച്ചിട്ട് തിരിച്ച് റൂമിലോട്ട് വരാൻ നേരത്ത് പിന്നെയും പറയുന്ന അച്ഛാ. പോവാലോ, മനുഷ്യരെ പേടിപ്പിക്കലേട്ടാ പറഞ്ഞു വരുന്നേ. ആ ഇന്നലെ നമ്മള് കേശുവിന്റെ അടുത്ത് കേശു കരഞ്ഞില്ലേ, മുറിഞ്ഞിട്ട് കരഞ്ഞില്ലേ? അതൊക്കെ ഉള്ളിൽ കിടന്ന് ഇങ്ങനെ ഫീൽ ചെയ്ത് വന്നതാ ഇങ്ങനെയൊക്കെ. നീലു, ഞാൻ കള്ളം പറയല്ല, സത്യമായിട്ടും. ചേച്ചി, തലക്കടിച്ച് സത്യം ചെയ്ത് കാര്യസിദ്ധി നേടാനുള്ള പരിപാടിയാണ്. ഒന്നും വിശ്വസിക്കല്ലേ ചേച്ചി? ഡേയ്, ഞാൻ എൻ്റെ ഭാര്യയെ തലക്കടിച്ച് സത്യം ചെയ്യും. നിനക്കെന്തടാ? എനിക്ക് എന്തോന്ന്, ചേച്ചി എൻ്റെ സഹോദരി അല്ലായിരുന്നെങ്കിൽ എനിക്കൊരു കുഴപ്പമില്ല. ശ്രീകുട്ട, സ്നേഹം കൊണ്ട് പറയാണ്, നീ അപ്പുറത്തെ റൂമിൽ ചെന്നിരി. എനിക്ക് ഇവളായിട്ട് കുറച്ച് സംസാരിക്കണ്ടേ. ഇപ്പോ അപ്പോ ഞാൻ അവിടെ മാറിയിരിക്കാം. അവിടെ മാറിയിരിക്കാം. ഞാൻ പോണം. ഇവിടെ നില്ലേ. അളി എന്തെന്ന് പറഞ്ഞു? ഒന്നുമില്ല. ഒന്നുമില്ലടാ. പറ. ഒന്നുമില്ല പറയുന്നു. പറഞ്ഞു ചേച്ചി ഓരോന്നൊക്കെ പറഞ്ഞു തരും. വല്ല ഏടാവടത്തിലൊന്നും ചാടിയിട്ട് വല്ല കുഴപ്പമായിട്ട് എൻ്റെ അടുത്ത് അങ്ങനെ വന്നാ എന്നെ വിളിക്കല്ലേ ഒന്നിനും. ഇത് അങ്ങനത്തെ കാര്യമൊന്നുമല്ല. അത് എന്താണ് അളിയൻ തലക്കടിച്ച് സത്യം ചെയ്യണം ഞാൻ കണ്ടാണല്ലോ. പാടില്ല. കൂടപ്പറപ്പ് സ്വന്തം രക്തം തന്നെ. കൂടപ്പറപ്പിന് ജീവിതത്തിൽ മഹത്തായ സ്ഥാനമുണ്ട്. പക്ഷെ ഭർത്താവ് ഈശ്വരന് തുല്യനാണ്. ഈശ്വരനെ നിന്ദിക്കരുത്, ചതിക്കുകയും ചെയ്യരുത്. വേണ്ടേ, ഈശ്വരൻ വിളിക്കാണ്. ചെല്ലു ചേച്ചി, ചെല്ലു. അല്ലെങ്കിൽ നീ എന്തിനു പറഞ്ഞ? നീ പോടെ. എടാ, ആണുങ്ങൾ അടുക്കള കിടന്ന് ചുറ്റിത്തിരിയാൻ പാടില്ല. നീ പോ. ഞാൻ വല്ലപ്പോഴും അല്ലേ ചുറ്റിത്തിരിയണോ? അളിയനല്ലേ എപ്പോഴും ഇവിടെ കിടന്ന് ചുറ്റിത്തിരിയാണ്. ഇവിടെ പോ. ഞാൻ വേറൊരു ഇവിടെ പോ. സോറി ഞാൻ ഇനി പറയില്ല. സോറി. ഞാൻ പറഞ്ഞത് കള്ളമല്ല. വിശ്വസിക്കാമെങ്കിൽ വിശ്വസിച്ചാൽ മതി. എൻ്റെ സാക്ഷ്യം, എൻ്റെ കാത് സത്യം. ഉള്ള പാത്രങ്ങളെല്ലാം എടുത്തിട്ടൂടാ, മഴയ്ക്ക് കളക്കിട്ടോ. എന്താന്ന് പറഞ്ഞു? അത് വേറെ കാര്യമാണ്. ഞാൻ പറഞ്ഞു. പറഞ്ഞില്ല. രണ്ടും കൂടെ എന്നെ വട്ടാക്കും. അച്ഛാ, എന്താ രാവിലെ ബോൾ മിറ്റ് കളിക്കാനുള്ള പരിപാടിയാണോ? കേശു, ആകാശത്തുനിന്ന് ബോൾ വീണടാ. ആകാശത്തൊന്നും വീണയൊന്നുമല്ല. അന്ന് ഞങ്ങൾ എല്ലാവരും കൂടെ കളിച്ചോണ്ടിരിക്കുമ്പോൾ മുടിയുടെ തൊടുത്ത് ഒറ്റ എറി അത് അവിടെ കണ്ട് പോയി കുരുങ്ങിയിരുന്നത്. ഇപ്പളാ വന്നത്. അല്ല, ആരോ തള്ളിയിട്ടാണ്. ആര്? കേശു, നമ്മളെ പിറകെ ആരോ ഉണ്ടടാ. അതാണ്ട് ശിവ എഴുതി. എടാ, ഇതല്ലടാ, ഇത് വേറെ സംഭവം. പിന്നെന്താ? നിങ്ങളെ ശിവ
അച്ഛൻ ഒരു കാര്യം ചോദിക്കട്ടെ, നിങ്ങളെ ഇടയ്ക്ക് ഒരു ശബ്ദം കേൾക്കൂ. ആരുടെ ശബ്ദം? ഒരു കൊച്ചിന്റെ ശബ്ദം, ഒരു കുഞ്ഞു കുട്ടിയുടെ ശബ്ദം. ചിലപ്പോൾ കരയും, ചിലപ്പോൾ വിളിക്കും. നിങ്ങൾ വിളിക്കൂ? ഇല്ല. അതടിച്ചോ? ഇല്ല, ഞാൻ കേട്ടില്ല. ഞങ്ങൾ കേട്ടിട്ടില്ല അച്ഛാ. ഓഹോ, അപ്പൊ എന്നെ പിടിക്കാനാണ് ഉദ്ദേശം? ആരി, രാമമാമനാണോ? അല്ലടാ, പിന്നെ ഇത് വേറെ. പൊന്നുമോനെന്ത് ഇവിടെ കിടക്കണേ? എണീച്ച് പോയേ. ഞാനിവിടെ അങ്ങ് സെറ്റിലായി. വേണമെങ്കിൽ നീ എൻ്റെ മുറി പോയിക്കോ. അത് പറ്റത്തില്ല, എണീച്ച് പോ, എനിക്ക് കിടക്കണം. ഞാനിവിടെ ഒരു കാര്യം ചെയ്തുകൊണ്ടിരിക്കണില്ലേ? നീ ആണെങ്കിൽ എൻ്റെ മുറി പോന്ന്. എടാ എനിക്ക് കിടക്കണം, എണീറ്റ് പോവാൻ. ആ, നിനക്ക് അത്ര ബലോണ്ട് നീ എന്നെ വലിച്ചെറിയാൻ കൊടു. ഞാൻ വലിച്ച് താഴെ ഇടും കേട്ടാ. പിന്നെ എന്താണ് എന്താണ് വിഷ്ണു ചേട്ടൻ വലിച്ചെറിഞ്ഞ് താഴത്തോട്ടത്. എന്തോന്നടാ കാളെ പോലായി, എന്നിട്ട് കരയുന്നോ? പിന്നെ വേറെ ആരായാലും കരയില്ലേ? എന്റെ അമ്മ അസുരന്മാര് നീലു, നീലു, ഞാൻ വിചാരിച്ചതിന്റെ കാര്യങ്ങൾ. എന്ത് കാര്യം? ആൽത്തറ സ്വാമിയെ കണ്ട്. എന്നിട്ട് നമ്മൾ വേണ്ടാന്ന് വെച്ച ഒരാള് നമ്മളെ കുടുംബത്തിലോട്ട് വീണ്ടും വരാൻ വേണ്ടി ആഗ്രഹിക്കുന്നു. വേണ്ടാന്ന് വെച്ചാളാ? അതാരാണ്? എടീ, നമുക്ക് ആദ്യം പിറന്ന കൊച്ചിനെ നമ്മൾ വേണ്ടാന്ന് വെച്ചില്ലേ? അല്ല, നീയും പറഞ്ഞ് ഞാനും പറഞ്ഞ് നമ്മളെ പ്രാരബ്ധമൊക്കെ മാറിയിട്ട് മതിയെന്ന്. അതിന് പിന്നെ എന്ത് പറ്റി? അതിനെപ്പറ്റി കരച്ചിലായി, പിഴിച്ചിലായി. അവസാനം അതിൻ്റെ പ്രായച്ചിത്തമായിട്ട് 3-4 പിള്ളേർ ഉണ്ടായി. ആ കുഞ്ഞ് വേറെ ഒരിടത്തും ജനിച്ചിട്ടില്ല. അത് ഇവിടെ വരാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ്. വേണ്ടാന്ന് വെച്ച കുഞ്ഞ് എങ്ങനെയാണ് ജനിക്കണേ? എടി, ശരീരത്തല്ലേ വേണ്ടാന്ന് വെക്കാൻ പറ്റൂ, ആത്മാവിന് നമുക്കൊന്നും ചെയ്യാൻ പറ്റൂല. അത് ഇനിയും ജനിക്കാത്ത ലോകത്തിലെ വ്യക്തിയാണ്. ഇനിയും ജനിക്കാത്തല്ലോ? അതെന്തിലോ എന്തൊക്കെയാണ് പറയുന്നത്? ജനനം, മരണം, പുനർജനനം, ജന്മാന്തരങ്ങൾ, അങ്ങനെ ഒരുപാട് സംഭവങ്ങളുണ്ട്. അതുപോലെ തന്നെയാണ് ഇനിയും ജനിക്കാത്തവരുടെ ലോകം. ഇനിയും ജനിക്കാത്തവരുടെ ലോകോ? ആ ലോകത്തിലെ വ്യക്തിയാണ് ആ കുഞ്ഞ്. അവനിവിടെ വരാൻ വേണ്ടി ദാഹിക്കുകയാണ്. അവൻ ക്യൂവിലാണ്. നാണക്കേട പാലു ഉണ്ടാതിരി. എന്തോന്ന് നാണക്കേട് ചേച്ചി? ജനിക്കാത്തവരുടെ ലോകം. ഈ ജനിക്കാത്തവരുടെ ലോകത്തില് ഒരുപാട് പേര് ഇങ്ങനെ ക്യൂ നിപ്പുണ്ട്. അവർക്കൊക്കെ നമ്മൾ അവസരം കൊടുക്കണം. പിന്നെ ഇത് ആൽത്തറ സ്വാമിയുടെ ഉപദേശം കൂടെ ആണല്ലോ, അപ്പൊ നമ്മൾ ശിരസാ വഹിക്കണം. ആൽത്തറ സ്വാമിയെ കളിയാക്കല്ലേ, അങ്ങനെ ദിവ്യനാണ്. അയ്യോ, അങ്ങേര് മാത്രമല്ല, താങ്കളും ദിവ്യനാണ്. പിന്നെ ഞാൻ ഒരു കാര്യം പറയാം. രണ്ടുപേരും കൂടെ ചേർന്ന് വയസ്സാം കാലത്ത് ഓരോ നാണക്കേട് ഉണ്ടാക്കി വെക്കരുത്. ഇവിടുത്തെ മൂത്ത പിള്ളേർക്ക് കല്യാണ പ്രായം ആകാറായി. വിവാഹം കഴിഞ്ഞിട്ടും മക്കളുണ്ടാകാത്ത ഒരുപാട് പേരുണ്ട്. വയസ്സാം കാലത്ത് അവരാഗ്രഹിക്കും ഒരു കുഞ്ഞിക്കാല് കാണാൻ വേണ്ടിയിട്ട്. അതിന് തെറ്റില്ല. ദൈവമേ, ഇവിടെ ഇത്രയും പിള്ളേരുണ്ട്, അവരെ വളർത്താൻ നമ്മൾ വിടുന്ന പാടറിയാല. ഞാൻ ഒന്നും പറയണില്ല, ഞാൻ പോണം. അവ എന്താ പറയട്ടെ, ഞാൻ പറയണ കാര്യങ്ങൾ ഗ്രഹിക്കാനുള്ള ജ്ഞാനം അവനില്ല. നമുക്ക് പ്രായച്ചിത്തം ചെയ്യണം നമ്മളിലൂടെ. അന്നൊരാവേശത്തില്, അന്നത്തെ അറിവില്ലായ്മ കൊണ്ടും സാഹചര്യം കൊണ്ടൊക്കെ ആ കുഞ്ഞിനെ നമ്മൾ വേണ്ടാന്ന് വെച്ച്. അത് തെറ്റ് തന്നെയാ, സമ്മതിച്ച്. പക്ഷെ ഇന്നിപ്പോ ഏതോ ഒരു കഥയും പറഞ്ഞു വന്നിട്ട് ഒരു കുഞ്ഞിന് ജന്മം നൽകണമെന്ന് പറഞ്ഞാൽ അതൊന്നും ഉൾക്കൊള്ളാനുള്ള ജ്ഞാനം എനിക്കില്ല. സോറി. പോവാലു. എന്തോ കരയല്ലേ ഏട്ടാ, കരയല്ലേ. വാവോ 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 വാവോ. കെൺകുഞ്ഞുറങ്ങിക്കൊൾ 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 എൻ്റെ തങ്കം. ആര്യനാടുള്ള നിങ്ങളുടെ വകയിലെ ചേച്ചി തങ്കം തന്നെ മാവിന്റെ മേളിൽ ഇരുന്ന് കരയണത്. ഓടാ ദുഷ്ട, ഓടാ. വർക്കുണ്ടെന്ന് പറഞ്ഞിട്ട് എന്തായിരുന്നു ആലോചിക്കണേ?
ഞാൻ ആലോചിക്കണ എന്താണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. പാലുടി കുടിച്ചിട്ട് പോയി തരട്ടാ. ഞാൻ കിടക്കുമ്പോ എനിക്ക് ഉറക്കം വരണം. ഞാൻ പോയ കടാ പോ. ആ വിളിക്കാൻ വേണ്ടി വിളിച്ചു വിട്ടാ പിന്നെ അനങ്ങൂലല്ലേ, പാറൊന്നും സംസാരിക്കില്ല. ചേച്ചി എന്ത് പച്ചക്കറി പരിയാണ്? പച്ചക്കറി നാളത്തേക്കാടാ. എവിടെയായിരുന്നു 2 ദിവസം? ഞാൻ 2-3 അമ്പലത്തിലൊക്കെ പോയിരുന്നു. ഫ്രണ്ടിന്റെ വണ്ടിയിലാണ് പോയെന്ന്. ആ മക്കളെ പറ. എവിടെ പുന്നാരെ അളി എവിടെ? എന്ത് പറയാനാ, ജനിക്കാത്തവരെ ജനിപ്പിച്ചേ അടങ്ങുള്ളൂ പറഞ്ഞ് നടക്കുക. ചേച്ചി ഇത് കുറച്ച് ഓവറാണ് കേട്ടാ. അളിയന്റെ ഏതോ ഒരു പിടിക്കാറുണ്ട് നേരെ. തിരി പിടിക്കാണ്ട് അളിയനല്ല, ഇങ്ങ് പടവലം വിട്ട് പിടിക്കല്ലോ നിന്റെ. ആ ഓർമ്മയുണ്ടല്ല പിരിയുടെ കാര്യം. പണ്ട് യാതൊരു പശു നിന്റെയൊക്കെ വേലിപ്പടർപ്പ് തിന്നെന്നും പറഞ്ഞുകൊണ്ട് നിന്റെ അച്ഛൻ വെട്ടോച്ച് എടുത്തോണ്ട് പശുവിനെ വെട്ടിക്കാൻ ഒട്ടി, നാട് മൊത്തം ഒട്ടിച്ച് അവസരം പ്രാന്തരെന്ന് പറഞ്ഞുകൊണ്ട് പിടിച്ച് കെട്ടി. അന്ന് അളിയ അവിടെ ഉണ്ടായിരുന്നെങ്കിൽ ആ ഭ്രാന്തന് അച്ഛൻ അളിയനെ വെട്ടി തന്നെ. അതിന് കുറച്ച് പുളിക്കും. ഛർദിര് ഛർദിര് സ്വസ്ഥമായിട്ട് ഛർദിര്. നീ ഇങ്ങനൊരു അബദ്ധം കാണിക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ല ചേച്ചി. അല്ലടാ, ഇന്നലെ ഉണ്ട് ഛർദി. കഴിച്ചൊന്നും ദഹിച്ചില്ല, അതുകൊണ്ടാ. വയറിന് കംപ്ലൈന്റ് എന്തുണ്ട്? ഇത് എന്തായാലും പറ്റിയത് പറ്റി. എന്ത് പറ്റി? ഒന്നും പറ്റിയിട്ടൊന്നുമില്ല. ഫുഡ് കഴിച്ചത് പിടിക്കാഞ്ഞിട്ടാ ഇന്നലെ തുടങ്ങിയെന്നാ ഛർദി. ബാലു, ഓരോന്ന് പറയിപ്പിക്കുന്ന നിങ്ങളാണേ. എല്ലാം കുട്ടിക്കളിയാ. കുട്ടിക്കളിയൊക്കെ നല്ലത് തന്നെയാ, പക്ഷെ എല്ലാത്തിനും ഒരു പരിധിയുണ്ട്. ഇത് പരിധി വിട്ടുപോവാ. എന്തോ കോപ്പറയാൻ കാണിക്കണേ? ശ്രീ പറഞ്ഞാൽ ശരിയാ, എന്തോ തലയ്ക്ക് കുഴപ്പമുണ്ട്. പെട്ടെന്ന് ഏതെങ്കിലും ഹോസ്പിറ്റലിൽ കൂടെ കാണിക്കണം, അതാ നല്ലത്. ചെറിയ കുഴപ്പമൊന്നുമല്ല, ഇത് വലിയ കുഴപ്പാ, മൂത്ത ഭ്രാന്താ. ആരും കൂടെ നിന്ന് വരാൻ നിൽക്കണം, ഞാൻ തന്നെ കൊണ്ടേ കാണിച്ചോളാം. അത് നല്ലത്. എല്ലാരെയും കൂടെ എന്നെ ഭ്രാന്തനാക്കാനുള്ള പരിപാടിയാണ് അല്ലേ? ഇല്ലേടാ എടാ, വ്യത്യസ്തമായ കാഴ്ചപ്പാടുള്ളവനെ ലോകം ഭ്രാന്തനെന്ന് വിളിക്കും. പിന്നെ നീ പറഞ്ഞ കുട്ടിക്കളി, എല്ലാ മനുഷ്യരുടെ മനസ്സിലും കുട്ടിയുണ്ട്, അല്ലെങ്കിൽ അവൻ മൃഗമായി പോവും. അങ്ങനെ ആയി പോണവരാണ് തന്തയും തള്ളയും പെങ്ങളൊക്കെ വെട്ടി കൊല്ലണത് കേട്ടാ. വേണ്ട, ഒരാളൊരു വരണ്ട, പോട്ട് പറഞ്ഞു വിട്ടേക്കാം. പോ പോ പോക്കാ പോ പൊട്ടണ പൈ. എന്ത് വരണ്ട, ഈ നശിച്ച ലോകത്ത് നീ വരണ്ട, വയ്ക്കോ. എവിടെയെങ്കിലും പോ, പ്രത്യേകിച്ച് ഈ വീട്ടിൽ വരേ വേണ്ട. ഏതെങ്കിലും നല്ല തന്തയ്ക്കും തള്ളയ്ക്കും ചെന്ന് പറക്ക് പോ. എന്ത് അച്ഛാ, ഞങ്ങൾ 4 പേരും ജനിക്കാത്തവിടെ ലോകത്തുനിന്നാ വന്നേ. അത് ഞങ്ങൾ ഇതുവരെ അച്ഛനടുത്ത് പറഞ്ഞില്ലെന്നേ ഉള്ളൂ. അത്രേ ഉള്ളൂ അച്ഛാ. ജനിക്കാത്തവര് ജനിക്കണ്ട, ചുമ്മാ എന്തിനാ അവരെ ഇവിടെ വിളിച്ച് ശല്യപ്പെടുത്തുന്നത്? അവരോട് മര്യാദക്ക് ജീവിച്ചോളൂ. കുഞ്ഞൂറങ്ങിക്കൊൾ